ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഇന്നലെ, അതായത് 30/12/2024 23,658 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ചാർട്ട് പ്രകാരം ഒരു 102 പോയിന്റ് മൈനസിൽ ഗ്യാപ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ആയിരുന്നത്. ഇന്നത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് കാര്യം അത്രയും പോയിന്റ് ഗ്യാപ് ഡൗൺ ആണെങ്കിലും അത്രയും ട്രേഡബിൾ ആയ ഒരു ലെവലുകളല്ലായിരുന്നു. എങ്കിലും ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇന്ന് ആകെ കിട്ടിയ റേഞ്ച്, മൂവിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 230 പോയിന്റിൻ്റെതാണ്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് എന്ന് പരിശോധിക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ടുമുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ അത് ഏതോ ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കുക എന്നാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെയായിരുന്നു. ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക. അപ്പോൾ ഇന്ന് ഓപ്പൺ ആയത് തന്നെ ഈ ലെവൽ താഴെയാണ്. അത് തന്നെയല്ല, തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു റിവേഴ്സൽ കിട്ടി. ആ റിവേഴ്സൽ വീണ്ടും ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ എന്നാണ്. ഇവിടെ ഒരു ഓപ്പണിംഗ് നൽകി അപ്പോൾ തന്നെ ഒരു ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും ഇവിടെ ഒരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവ്, ചെറിയ കാര്യം 2-5 മിനിറ്റ് ക്യാൻഡിൽ മാത്രമാണ് ഇവിടെ നിന്നിട്ടുള്ളതെങ്കിലും അത് 1 മിനിറ്റ് 3 മിനിറ്റിലോട്ട് പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഒരു എൻട്രി ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ പറ്റിയവരുണ്ട്. അത്തരത്തിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പലരും എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും ഒരു കൃത്യമായ ഒരു ചെറിയ ടാർഗറ്റ് എടുത്തുകൊണ്ട് എക്സിറ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഒരു സെല്ലിംഗ് പൊസിഷൻ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അത്തരത്തിൽ വീണ്ടും കിട്ടിയപ്പോൾ കാര്യം ഡേയ്സ് ഹൈ നേരിയ രീതിയിൽ ബ്രേക്ക് ചെയ്തെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അത് സെല്ലിംഗ് ഡയറക്ഷനോട്ട് മാറുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഈ ലെവലോ ഏതെങ്കിലും ഒരു ലെവൽ അല്ലെങ്കിൽ ഇതിന് മുകളിൽ കിടക്കുന്നെങ്കിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാം എന്ന് കരുതുകയാണെങ്കിൽ പോലും നല്ല ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഡൗൺ സൈഡിൽ ക്ലോസ് ചെയ്തു. വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവ്, അത് ഇത് കണക്കാക്കുകയാണെങ്കിൽ അവിടുന്ന് സെല്ലിംഗ് ഡയറക്ഷൻ, ഡേയ്സ് ഹൈ, സ്റ്റോപ്പ് ലോസ്, ഡൗൺ സൈഡിലേക്ക് ട്രേഡ്. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,443 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തില്ല. അതിന് പകരം അടുത്ത് തന്നെ എത്തിയെങ്കിൽ പോലും 23,460 വരെ മാത്രമേ അത് എത്തിയിരുന്നുള്ളൂ. എങ്കിലും ഇത് വളരെ നല്ല ഒരു ട്രേഡായിരുന്നു. ഇന്നത്തെ ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയാവുന്ന ഒന്നായിരുന്നു ഇത്. പലർക്കും അത് മിസ്സായിട്ടുണ്ട്, ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റെന്തെല്ലോ തിരക്കുകൾ മൂലം സാധിച്ചില്ല എന്ന്. അപ്പോൾ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടി. ആ അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത് വീണ്ടും ട്രേഡ് ചെയ്യാൻ ശ്രമിച്ചവർക്ക് ചെറിയ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് സാധാരണയായി നമ്മൾ അങ്ങനെ തന്നെയാണ്. പ്രോഫിറ്റ് കിട്ടുമ്പോൾ അത് പോരാ, സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ എത്ര വേണേലും പിടിക്കും. ആ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് മിക്കവാറും നമ്മളെല്ലാവരും ഈ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ അനുവർത്തിച്ച് പോരാറ്. ആ തരത്തിൽ ഈ ചെറിയ ലാഭത്തിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ നിന്ന് ഏതൊരാൾക്കും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഇത് കൃത്യമായും പ്രൈസ് റിവേഴ്സ് ആവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ഒരു എൻട്രി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഈ ഡിക്ലൈൻ, ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കിട്ടിയ ഡിക്ലൈൻ കൃത്യമായും ഈ ലെവലിൽ നിന്നും ഒരു റിവേഴ്സൽ കിട്ടുമ്പോൾ എൻട്രി എടുക്കാൻ കഴിഞ്ഞിരുന്നു. അത് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 23,598 എന്ന ലെവലിന് മുകളിലോട്ട് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ബൈ ചെയ്തു, അപ്പോഴും പുതിയ ഉയരം തന്നു. വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ബൈ ചെയ്തു, അപ്പോഴും പുതിയ ഉയരം തന്നു. കാരണം ട്രെൻഡ് മാറിപ്പോയാൽ പിന്നെ നമ്മൾ പുട്ട് ഓപ്ഷന് വേണ്ടി മെനക്കെട്ടതുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ ബൈ ഓപ്ഷനാണ്, ബൈയിങ്ങിനാണ് ട്രൈ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഇങ്ങനെ ട്രെൻഡ് മാറി എന്ന് കൺവിൻസ് ആയ കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസിൽ നിന്നുകൊണ്ട് വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക എന്നാണ് വേണ്ടത്. എന്നാൽ ഈ ഏരിയയിൽ ഒരുപാട് നേരം പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്തു. പരമ ബോറിംഗ് ആയിരുന്നു എന്നാണ് പലരുടെയും കമൻറ്റ്. കാരണം വളരെ സ്ലോ ആയിട്ടാണ് പ്രൈസ് മൂവ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നും മാർക്കറ്റിലില്ലായിരുന്നു. ഈ ആഴ്ച മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നും വളരെ ഏറെ നേരം ഇവിടെ ഓരോയിടത്തും പുതിയ പുതിയ ഉയരം തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും കൃത്യമായി തിരിഞ്ഞപ്പോൾ ഒരു നല്ല ട്രേഡിങ് ചാൻസ് കിട്ടിയിരുന്നു. അത് വീണ്ടും ഡിക്ലൈൻ വന്നു. അത്തരത്തിൽ നമ്മുടെ സപ്പോർട്ട്, നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടിൽ കൃത്യമായും ക്ലോസ് ആവുക, ഓൾമോസ്റ്റ് ഇന്നലത്തെ റേഞ്ചിൽ തന്നെ ക്ലോസ് ആയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ട്രേഡിങ് ചാൻസ് ഉണ്ടായിരുന്നത്. ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്യുന്നവർക്ക് ഇത്രയും മാത്രമേ നിഫ്റ്റി മൂവ് ചെയ്തിരുന്നുള്ളൂ. ചെറിയ പോയിൻ്റേ ഉള്ളൂ എങ്കിൽ പോലും ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. പേപ്പർ ട്രേഡിംഗ് പരിശീലിക്കുന്നവർ ഒട്ടനവധി ട്രേഡ് ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അവയെല്ലാം ഞാൻ വാട്സാപ്പിൽ കണ്ടിരുന്നു.
എങ്കിലും അവയൊന്നും പബ്ലിക് ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. 1-2 ദിവസം കൂടി അതേ സാഹചര്യം തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും അടുത്ത തിങ്കളാഴ്ച മുതൽ സജീവമായി മാർക്കറ്റിലുണ്ടാകാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവിംഗ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് നമ്മുടെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പരിശോധിക്കാം. 23,626 ആണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊട്ട് താഴെ മൈനർ സപ്പോർട്ടായി 23,564, അതുപോലെ തന്നെ ഡേയ്സ് ലോ എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന 23,878, 813 എന്നിങ്ങനെയുള്ള ലെവലുകളൊന്നും ഞാൻ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അവയെല്ലാം നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇന്നലെ യാദൃശികമായി നമ്മളുടെ ലെവലുകൾ കാണാൻ കഴിയുന്നില്ല എന്ന് പലരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിരുന്നു. പലരും എനിക്ക് വാട്സപ്പും ചെയ്തിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പബ്ലിക് ചാനലിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഈ ലെവലുകൾ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അത് യാദൃശ്യമായി സംഭവിച്ചതാണ്. എഡിറ്റിങ്ങിൽ വന്ന ചെറിയൊരു പിഴവായിരുന്നു. ഞാൻ അല്പം തിരക്കിലായിരുന്നുകൊണ്ടും ചെറിയ അബദ്ധങ്ങൾ പറ്റിയാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്പോൾ ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ വീണ്ടും നമുക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് നമുക്ക് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാം. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ലഭിച്ചേക്കാം എന്നാണ് കരുതുക. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രധാനമായും നമുക്ക് ലഭിക്കേണ്ട ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നാണ്. എന്നാൽ ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുകയാണെങ്കിൽ പോലും അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. പക്ഷേ ഡേയ്സ് ഹൈ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ പ്രൈസ് ഗ്രാജുവലി ഈ ലെവലിന് താഴോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും വീക്ക് ആയേക്കാം എന്നാണ് കരുതുന്നത്. ആ തരത്തിൽ സംഭവിച്ചാൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ കാണുന്നവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇന്നത്തെ ലോ 23,459, അതിനുശേഷം 406, 23,361 എന്ന തിക്ക് ബ്ലൂ ലൈൻ, 307, 263, 231, 206 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് താഴോട്ട് ചേർത്തിട്ടുള്ളത്. 50,799, 50,800 എന്ന ലെവൽ തന്നെയാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ഡേയ്സ് ലോ അത് മറ്റൊരു സപ്പോർട്ട് ലെവലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, മൈനർ സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള മുകളിലുള്ള ലെവലുകൾ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്. അവയ്ക്കൊന്നും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കാണാമെന്ന് കരുതുന്നു. 51,522, 788, 52,008, 52,144 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. നമുക്ക് ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് 51,522 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ 51,788 എന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ തീർച്ചയായും ടാർഗറ്റായി ലഭിച്ചേക്കുമെന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് ഇതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 50,379 എന്ന ലെവലാണ് തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയത്. അതിന് താഴെ 50,155 എന്നിങ്ങനെയുള്ള ലെവലുകൾ നിങ്ങൾക്ക് കാണാം എന്നാണ് കരുതുന്നത്.
78,157 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു മുകളിലുള്ള ലെവലുകൾ അതുതന്നെയാണ്, കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയവ തന്നെയാണ്, അവയ്ക്കൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അതുപോലെ 77,921 എന്ന മൈനർ സപ്പോർട്ടും അതുപോലെ തന്നെ ഡേയ്സ് ലോയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കേണ്ടത്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ ഗ്രാജുവലി ഈ ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. ഈ ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ രേഖപ്പെടുത്തിയവ തന്നെയാണ്, അവയ്ക്കൊന്നും ഞാൻ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ അതേതോ അത് കണക്കാക്കി സ്റ്റോപ്പ് ലോസ് മെയിനായ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. എന്നാൽ പ്രധാനമായും നമുക്ക് ഇന്നത്തെ ഡേയ്സ് ലോയ്ക്ക് താഴോട്ട് ഒരു ക്ലോസിംഗ് ലഭിച്ചാലാണ് വീണ്ടും നെഗറ്റീവാണ് മാർക്കറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്നാൽ ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ് എന്ന് മാത്രം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്നു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിലുകൾ എന്ന് വന്നാൽ പ്രൈസ് ഗ്രാജുവലി ഈ ലെവൽ ഇന്നത്തെ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്, കാണാമെന്നാണ് കരുതുന്നത്. അതിൽ 77,220 തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊന്ന് 76,000 76,659. അത്രയൊന്നും വരുമെന്നല്ല, എന്നാൽ ഇത് ആ സപ്പോർട്ട് ലെവലുകളാണ് എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്രയുമാണ് നാളേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ലെവലുകൾ കാണാമെന്നും കാര്യങ്ങൾ ബോധ്യമായെന്നും കരുതുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്ക് തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാൻ മാത്രമാണ്. ഗുണകരമെങ്കിൽ നിങ്ങൾക്കും ഉപയോഗപ്പെടുത്താം, പക്ഷേ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. അങ്ങനെ 2024 ഇന്നത്തോട് തീരുകയാണ്. നാളെ ഒരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. 2023 കഴിയുമ്പോൾ ആകെ 500-ൽ താഴെ മാത്രം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ചാനലായിരുന്നു മാർക്കറ്റ് വേവ്സ്. ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് അത് ഏതാണ്ട് 21,000-നടുക്കി എത്തി. 1-2 ഒരു 8-10 സബ്സ്ക്രൈബറുടെ കൂടി വേണ്ടതുണ്ട്. അത് നിങ്ങളിന്ന് എല്ലാവരും സഹകരിച്ച് അത് ഫില്ല് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ സപ്പോർട്ട്, ഈ സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്